ഇന്നലെ അങ്കമാലിയിൽ കുട്ടികളുൾപ്പെടെ 4 അംഗ കുടുംബം വീടിനുള്ളിൽ വെന്തു മരിച്ച സംഭവം പലരും അറിഞ്ഞു കാണും. ഇത്തരത്തിൽ വീട്ടിൽ തന്നെ തീപിടുത്തമുണ്ടായ പല കേസുകൾ ഈ അടുത്തായി കേരളത്തിൽ തന്നെ സംഭവിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഒരു വ്യക്തി തീയിൽ അകപ്പെട്ട് കഴിയുമ്പോൾ ബാക്കി എല്ലാ ശരീരഭാഗങ്ങളും ഉരുകി നശിച്ചു പോകുമെങ്കിലും പല്ലുകൾ പെട്ടെന്ന് തന്നെ വെന്തു പോകാറില്ല. പലപ്പോഴും ഇത് ആരാണ് മരിച്ചതെന്ന് കണ്ടുപിടിക്കാനും നിർണായകമായ പല കേസുകളും തെളിയിക്കുന്നതിനുമായുള്ള പ്രധാനപ്പെട്ട ഒരു ഫോറൻസിക് മെത്തേഡാണ്. അതുപോലെ ഒരു ബോഡി ദഹിപ്പിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ശരീരത്തിലെ അവയവങ്ങൾ നശിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ കാര്യങ്ങളെക്കുറിച്ചും പല്ലുകൾ എന്തുകൊണ്ടാണ് തീയിൽ വേഗം നശിക്കാത്തത് എന്നെല്ലാമുള്ള വിവരണമാണ് ഈ വീഡിയോയിൽ നൽകുന്നത്. ഞാൻ ഡോക്ടർ സാറ, ഡെൻ്റൽ സർജനാണ്. വെൽക്കം ടു മൈ ചാനൽ. നമുക്കറിയാം, തീ എന്നത് നശിപ്പിക്കാനും വലിയ ഡാമേജ് ഉണ്ടാക്കാനും കേപ്പബിൾ ആയിട്ടുള്ള ശക്തിയാണ്. എന്നിരുന്നാലും ഒരു ബോഡി ദഹിപ്പിക്കുമ്പോൾ ശരീരത്തിലെ അസ്ഥികൾക്ക് പൊള്ളലേൽക്കാൻ കുറച്ചധികം സമയമെടുക്കും. സ്കെലിട്ടൺ ബേൺ ആയതിനു ശേഷവും മുഴുവനായും നശിക്കാത്ത ശരീരത്തിലെ ഒരു ഭാഗമാണ് പല്ലുകൾ. പല്ലിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള കോശങ്ങൾ ആദ്യം കത്തി നശിക്കുകയും എന്നാൽ പുറത്തെ ഹാർഡസ്റ്റ് ടിഷ്യൂ ആയ കവറിംഗ് ആയ ഇനാമൽ സേവ് ആകുകയും ചെയ്യും. അത് എങ്ങനെയാണ് കൃത്യമായി സംഭവിക്കുന്നത് എന്നറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. പല്ലുകളെ കൂടാതെ ചില എല്ലുകളും ചെറിയ താപനിലയിൽ കത്തി നശിക്കില്ല. സത്യത്തിൽ 1292 ഡിഗ്രി ഫാരൻഹീറ്റ് പോലെയുള്ള വളരെ ഉയർന്ന താപനില ഉണ്ടെങ്കിലാണ് ശരീരത്തിലെ എല്ലാ എല്ലുകളും മുഴുവനായും ബേൺ ആകുകയുള്ളൂ. എന്നാൽ ഈ ടെമ്പറേച്ചറിലും കാൽഷ്യം ഫോസ്ഫേറ്റ് കൊണ്ടുണ്ടാക്കിയ പല്ലുകൾ മുഴുവനായും കത്തി ചാരമാകുന്നില്ല. ഒരു ബോഡി ദഹിപ്പിക്കുന്ന സമയത്ത് ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നറിയാൻ കുറേ നാളുകൾക്ക് മുൻപ് ശാസ്ത്രജ്ഞന്മാർ റിസർച്ചുകൾ നടത്തിയിരുന്നു. അതിൽ കണ്ടെത്തിയത് താപനില 670 മുതൽ 810 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഇടയിലാണെങ്കിൽ ശരീരം 10 മിനിറ്റിനുള്ളിൽ തന്നെ ഉരുകിപ്പോകുമെന്നാണ്. തലയുടെ ഫ്രോണ്ടൽ ബോണിലെ സോഫ്റ്റായ കോശങ്ങൾ അടുത്ത 20 മിനിറ്റിനുള്ളിൽ തന്നെ ഉരുകും. അതിനുശേഷം ക്രേനിയൽ ക്യാവിറ്റി അഥവാ തലയോട്ടിയിലെ അറയുടെ ഭിത്തിയിൽ പൊട്ടൽ വീഴും. അരമണിക്കൂറിനുള്ളിൽ തന്നെ ശരീരത്തിലെ മുഴുവൻ സ്കിന്ന് ബേണായി ശരീരഭാഗങ്ങൾ കാണാൻ തുടങ്ങും. 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ ശരീരം മുഴുവനും വെന്ത് കഴിയും. ദഹിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മുഴുവൻ ചാരമായിരിക്കില്ല. അത് എല്ലുകളുടെ അവശിഷ്ടങ്ങളും പല്ലിൻ്റെ ഇനാമൽ പൊടിഞ്ഞ് ഫൈൻ പൗഡറായതുമൊക്കെയാണ്. ഇതാണ് അവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകുന്നത്. ഇനി തീപ്പൊള്ളലേൽക്കുമ്പോൾ പല്ലുകൾക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്നറിയണ്ടേ? നമുക്കറിയാം, പല്ലുകളുടെ ഘടനയും രൂപീകരണവുമൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഈ പല്ലുകളുടെ പുറത്തെ കവറിങ്ങായ ഇനാമലിൻ്റെ 96% കാൽഷ്യം, ഫോസ്ഫറസ് മുതലായവ കൊണ്ടുണ്ടാക്കിയ ഇനോർഗാനിക് കോമ്പണൻ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്രയും സ്ട്രോങ് ആയിരിക്കുന്നതും. അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പത്തിന് ഇനോർഗാനിക് എന്നാൽ സ്ട്രോങ് ആയ എന്തോ ഒന്നാണ് എന്നോർക്കുക. ഇനി ഉള്ളിലെ ഡെൻറ്റിൻ ഉണ്ടാക്കിയിരിക്കുന്നത് 70% ഇനോർഗാനിക്കും 20% കൊളാജൻ പോലെയുള്ള ഓർഗാനിക് കോമ്പണൻ്റ് ആയിട്ടാണ്. ഈ ഡെൻറ്റിനിലുള്ള കൊളാജൻ ഉറപ്പിച്ച് നിർത്തുന്നത് ഇനോർഗാനിക് കണ്ടൻറ്റ് കൊണ്ടാണ്. ഇതാണ് ഒരു പരിധിവരെ പല്ലിനെ ചൂടിനാൽ നിർവീര്യമാക്കുന്നതും ചുരുങ്ങുന്നതുമൊക്കെ തടയുന്നത്. എന്നാൽ വലിയ ടെമ്പറേച്ചറിൽ ഈ കൊളാജൻ നശിച്ച് ഇനോർഗാനിക് കോമ്പണൻ്റ് മാത്രം ബാക്കിയാകും. ഇതും ഡീകാൽസിഫിക്കേഷൻ എന്ന ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നഷ്ടമാകുകയും ചെയ്യും. ചില പഠനങ്ങൾ നടന്നതിൽ അരമണിക്കൂർ നേരം 100 ഡിഗ്രി സെൽഷ്യസ് ചൂട് കൊണ്ടപ്പോൾ പല്ലുകൾക്ക് ചെറിയ മഞ്ഞ നിറം കാണുകയുണ്ടായി. 300 ഡിഗ്രി സെൽഷ്യസിൽ ചെറിയ ഗ്രേ കളറും 500 ഡിഗ്രി സെൽഷ്യസിൽ ബ്ലൂയിഷ് ഗ്രേ പാച്ചസും പല്ലിൻ്റെ ഇനാമലിൻ്റെയും ഡെൻറ്റിൻ്റെയും ഇടയിൽ ഡെൻറ്റിനിൽ പൊട്ടലുണ്ടായതായും കാണപ്പെട്ടു. എന്നാൽ 1000 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ, അതായത് തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോഴുള്ള ചൂട്, അപ്പോൾ ന്യൂട്രൽ വൈറ്റോടുകൂടി ബ്ലൂവും ഗ്രേയും പാച്ചസും വലിയ പൊട്ടലും പല്ലുകൾ പൊടിഞ്ഞു പോകുന്നതുമായാണ് കാണാൻ കഴിഞ്ഞത്. ഒരു വ്യക്തിക്ക് പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ആ തീ എത്ര നേരം ഉണ്ടായിരുന്നു എന്നും അതിൻ്റെ താപനിലയെക്കുറിച്ചെല്ലാമുള്ള ഇൻഫർമേഷൻ ഈ പല്ലുകൾക്കുണ്ടായ മാറ്റങ്ങൾ നോക്കി കണ്ടെത്താൻ കഴിയും. വളരെ ഗുരുതരമായി പൊള്ളലേറ്റവരെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള വളരെ നല്ല തെളിവുകളായതുകൊണ്ട് പല്ലുകൾ ശേഖരിക്കുന്നതും മനസ്സിലാക്കുന്നതും വഴി ഫോറൻസിക് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് കേസ് തെളിയിക്കാൻ വളരെയധികം ഉപകാരപ്പെടുന്നതാണ്.